ഹലോ, നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. കുറേ ദിവസമായി ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ട് നമ്മൾ ഇന്ന് മോർണിംഗ് വ്ളോഗ് അല്ലെങ്കിൽ ഈവനിങ് വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് ചെയ്യാറുള്ളൂ. ഫുള്ളായിട്ടുള്ള ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ട് കുറേ ആയിട്ടോ. അപ്പം ആ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചെറിയൊരു മടിയോടുകൂടെ തന്നെ ഞാൻ രാവിലെ നീച്ചിട്ടുണ്ട്. ഇപ്പം എല്ലാവർക്കും രാവിലെ നേരത്തെ നീക്കാനൊക്കെ മടിയൊക്കെ തന്നെ ആയിരിക്കും. കാരണം നല്ല മഴയും പിന്നെ തണുപ്പും ഒക്കെയാണ്. അപ്പോൾ നല്ല പുതച്ച് മൂടി കിടക്കണ സമയത്ത് 5 മണി എന്ന് പറയുമ്പോൾ അലറ അടിച്ച് കഴിഞ്ഞ ഒരു ദേഷ്യം വരൽ തന്നെയാണ് കേട്ടോ. എൻ്റെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. പൊതുവേ എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കണം. എനിക്കങ്ങനെയുണ്ട് കേട്ടോ. 5 മണിക്ക് അലറ അടിച്ച് കഴിഞ്ഞ് പിന്നെ എനിക്ക് ദേഷ്യം വരുള്ളൂ. ഈശ്വര എത്ര പെട്ടെന്ന് നേരം വെളുത്തോ, ഞാൻ ഇപ്പോൾ കടന്നുറങ്ങിയിട്ടല്ലേ ഉള്ളൂ എന്നൊക്കെ വിചാരിക്കും കേട്ടോ ചില സമയത്ത്. അപ്പം അങ്ങനെ മടിയോടുകൂടെ ആണെങ്കിൽ ഞാൻ നീച്ചിട്ടുണ്ട്. നീച്ചില്ലെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ പതിവ് പോലെ തന്നെ നമ്മുടെ കിച്ചുവിന് ഇന്ന് സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് ക്ലാസ് ഉണ്ടാവാൻ. അപ്പോൾ ഞാൻ ഇന്ന് ചോറിനുള്ള വെള്ളം ഫസ്റ്റ് തന്നെ വെച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പണികൾ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ തീ പൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി, അടുപ്പും കണ്ണിയൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം തീ പൂട്ടിയിട്ടുണ്ട്. അതിന് ശേഷം ഗ്യാസൊക്കെ ഒന്ന് തുടയ്ക്കാൻ കേട്ടോ. ഇന്നലെ നമ്മൾ രാത്രി കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഗ്യാസ് തുടയ്ക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ. അപ്പോൾ ഇന്ന് രാവിലെ അതാണ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഗ്യാസിൻ്റെ മേലെ വലിയ കാര്യമായിട്ടുള്ള അഴുക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഈ അടുപ്പ് പോലത്തെ സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ മാത്രം കുറച്ച് അഴുക്കുണ്ട്. അല്ലാതെ വേറെ മേലെ ഭാഗത്തൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് വെറുതെ തുടച്ച് കൊടുക്കുകയാണ് ഞാൻ കേട്ടോ. എന്നിട്ട് ഈ അടുപ്പിൻ്റെ ഈ സംഭവങ്ങളൊക്കെ ഒന്ന് അഴിച്ച് വെച്ചിട്ട് ഇനി അതിൻ്റെ അകം കൂടി തുടച്ച് കഴിഞ്ഞിട്ട് വേണം ചായക്കുള്ള വെള്ളം വെക്കാനായിട്ട് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ചൂടൊക്കെ അല്ലേ ഉണ്ടാവുക, അത് ചായ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ പിന്നെ തുടയ്ക്കാനായിട്ട് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം കൊണ്ടാണ് അതിൻ്റെ മുന്നേ തന്നെ വെക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഈ വോയിസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ വണ്ടികൾ, അത് എന്നും പതിവുള്ളതിനാണ്. ഞാൻ വോയിസ് പറഞ്ഞിരിക്കുമ്പോഴായിരിക്കും ഈ ലോകത്തില്ലാത്ത വണ്ടികളൊക്കെ പോകണ്ടാവുക കേട്ടോ. അപ്പോൾ അതൊന്നും ആരും മെയിൻ ചെയ്യാൻ നിൽക്കണ്ട. അപ്പോൾ അങ്ങനെ നമ്മുടെ ഗ്യാസൊക്കെ തുടയ്ക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് കാപ്പി അല്ലാണ്ട് ഉണ്ടാക്കണത്, ഇന്ന് ചായ തന്നെയാണ്. കാപ്പിപ്പൊടി തീർന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ചായയാണ് ഉണ്ടാക്കണത്. പിന്നെ ഇത് ഞാൻ രാത്രി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടാകുന്നതാണ് കേട്ടോ ചെറുപയർ. അത് ചെറുപയർ ഞാൻ കഴുകിയിട്ടാണ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ചെറുപയർ ഇട്ട് വെച്ചിട്ടുണ്ടാകുന്ന ഈ വെള്ളത്തിൽ ഞാൻ അങ്ങനെ വെള്ളത്തോട് കൂടെ അങ്ങനെ ഒഴിക്കാറില്ല കേട്ടോ. ഞാൻ ആ പയർ മാത്രം വേർതിരിച്ചെടുത്തിട്ട് വേറെ വെള്ളം ഒഴിക്കുകയാണ് ചെയ്യുക. ചിലവർ ഈ വെള്ളം അങ്ങനെ ഒഴിക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുക്കറിൽ വെള്ളം ഒഴിച്ച് സെറ്റാക്കിയിട്ട് നമ്മുടെ കിച്ചണിൽ കൊണ്ടുപോകാനായിട്ടുള്ളതാണ് കേട്ടോ. അവന് ഈ ചെറുപയർ വെറുതെ ഉപ്പും പിന്നെ ഉപ്പ് മാത്രം ഇട്ടിട്ട് ഒന്ന് വേവിച്ചിട്ട് ചോറിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കാനാണ് കേട്ടോ ഈ ചെറുപയർ ഇങ്ങനെ വേവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചായയൊക്കെ അങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ചായക്ക് വെച്ച വെള്ളമായിരിക്കും ഞാൻ ചായലപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി തിളപ്പിക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് എനിക്കാണെങ്കിൽ ഈ എന്താ പറയുക, ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ഈ ചായലപ്പൊടിയാണ് കേട്ടോ. രണ്ടും കൂടി പറ്റുന്നില്ല. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കി എടുത്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചോറിനുള്ള വെള്ളം വെച്ചതൊക്കെ തിളച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിന്ന് അരി കഴുകിയിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് മറ്റേ കുറുവ അരിയാണ് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് കുറേ നേരം ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. സാധാരണ നമ്മൾ അരി കഴുകണ പോലെ തന്നെ കഴുകിയിട്ടാണ് ഇട്ടാൽ മതി കേട്ടോ. വലിയ കാര്യമായിട്ടുള്ള കളറും ഇതൊന്നും ഇല്ലല്ലോ. അത് കാരണം കൊണ്ട് മട്ടയാണെന്നുണ്ടെങ്കിൽ കുറേ നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചതിന് ശേഷമാണ് ഞാൻ കഴുകാറുള്ളൂ കേട്ടോ. ഇത് കുറുവയായ കാരണം അങ്ങനെയൊന്നും റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ അരിയൊക്കെ കഴുകി ഇട്ടിട്ടുണ്ട് കേട്ടോ. പുറത്താണെങ്കിൽ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. രാവിലെ ഒക്കെ ഭയങ്കര മഴ തന്നെയാണ്. അവരെല്ലാവരും പുതച്ച് മൂടി നല്ല സുഖമായിട്ട് കടന്നുറങ്ങുകയാണ് കേട്ടോ. എനിക്കത് കാണുമ്പോൾ ഭയങ്കര അസൂയൊക്കെ തന്നെയാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് ശനി ഞായർ മാത്രമാണ് കേട്ടോ കുറച്ച് നേരം കൂടുതൽ ഉറങ്ങാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ടാണ്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവനുള്ള കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ ആക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അന്ന് കൊണ്ടുപോകണത് ആപ്പിൾ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ എന്ത് കൊണ്ടുപോകണത്. പിന്നെ പതിവ് പോലെ തന്നെ ബദാം, കാഷ്യൂ നട്ട്സ്, മറ്റേ എന്താ പറയുക, നട്ട്സിൽ കടല സംഭവം അതൊക്കെ തന്നെയാണ് ഇന്നും കൊണ്ടുപോകുന്നത് കേട്ടോ. അത് പിന്നെ അവൻ ഡെയിലി കൊണ്ടുപോകും. പിന്നെ ഫ്രൂട്ട്സിന് മാത്രമാണ് ചെറിയൊരു ചേഞ്ചൊക്കെ ഉള്ളൂ കേട്ടോ. നമ്മൾ ഫ്രൂട്ട്സ് ഇങ്ങനെ കൊടുത്തേക്കണ എന്തുകൊണ്ടും നല്ലതാണല്ലോ, നല്ലതല്ലേ ശരീരത്തിനൊക്കെ. അപ്പോൾ അത് കാരണം കൊണ്ട് അതൊക്കെ കൊടുത്തേക്കുള്ളൂ കേട്ടോ. പിന്നെ ആപ്പിൾ, ഓറഞ്ചൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ എന്താണെന്നറിയോ, ഓറഞ്ചിൻ്റെ വെള്ളം കൂടി ഊറ്റി കുടിച്ചിട്ട് ആ ചണ്ടി തുപ്പി കളയും. അവൻ ഓറഞ്ച് മൊത്തമായിട്ട് അവൻ കഴിക്കില്ല. അതാണ് ഓറഞ്ച് ഒന്ന് വാങ്ങിയിട്ട് കൊടുത്തു വിടാത്ത കേട്ടോ. ആപ്പിളൊക്കെ ആണെങ്കിൽ അതിരുന്ന് ഇങ്ങനെ കഴിച്ചോളും. പഴമൊക്കെ ആണെങ്കിൽ, മുന്തിരി ആണെങ്കിലും അതിൻ്റെ ചണ്ടി ഇങ്ങോട്ട് തുപ്പിക്കളയും അവൻ. അല്ലാതെ അവൻ കഴിക്കില്ല കേട്ടോ. അങ്ങനെയൊക്കെയാണ് അവൻ്റെ സ്വഭാവം. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഇങ്ങനത്തെ ഇത്തരം ഐറ്റംസ് കൊടുത്തയക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം വലിയ ആപ്പിളാണ് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് അതിൻ്റെ ഒരു പകുതി മാത്രമാണ് എടുക്കണുള്ളൂ. അത് നന്നായി തൊലി കളഞ്ഞിട്ട് ഒന്ന് കഴുകിയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് കേട്ടോ.
അപ്പോൾ ഒരെണ്ണം ഫുള്ളായിട്ടൊന്നും അവൻ കഴിക്കൊന്നുമില്ല, പകുതി തന്നെ ഇപ്പോൾ കഴിക്കുള്ളൂ കേട്ടോ. അതെന്നെ കഴിക്കില്ലെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അത് ചെറിയ ചെറിയ പീസാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവന് കഴിക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അന്ന് ആദ്യമൊക്കെ കൊടുത്തു വിട്ടപ്പോഴൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു, ഇനിയിപ്പോൾ എന്താണെന്നൊക്കെ അറിയില്ല കേട്ടോ. അവൻ കഴിക്കുന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാനെല്ലാം കൊടുത്തയക്കുന്നുണ്ട്. പക്ഷെ കഴിച്ചിട്ടൊക്കെ വരാറൊക്കെ ഉണ്ട് കേട്ടോ. ഒന്നും മതിയാക്കിയിട്ട് കൊണ്ടുവരാറൊന്നുമില്ല കേട്ടോ. മതിയാക്കുകയാണെങ്കിൽ ചോറാണ് മതിയാക്കുള്ളൂ. ഇങ്ങനത്തെ ഐറ്റംസൊക്കെ അവൻ കഴിച്ചിട്ട് തന്നെ വരിക കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഞാനതൊക്കെ പീസാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതാ ലാസ്റ്റ് കണ്ടില്ല ഇതെങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് വലിയ കഷ്ണങ്ങൾ തന്നെയാണ് കേട്ടോ. എല്ലാം റെഡിയാക്കി വെച്ചു. അപ്പോൾ ഇന്നാണെങ്കിൽ നല്ല മഴ ഉള്ള ദിവസം തോന്നുന്നു. ഇന്നലെ രാത്രി പിടിച്ച മഴയാണ് കേട്ടോ. ഇതുവരെ തോർന്നിട്ടില്ല. മഴ ഇങ്ങനെ പെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. സമയം ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പക്ഷെ അവർ ആരും നീച്ചിട്ടൊന്നുമില്ല. കിച്ചൊക്കെ നേരെ വൈകിയിട്ടോ ഇപ്പം നീക്കണ തന്നെ. അപ്പം ഇത് ചെറിയുള്ളിയും പച്ചമുളകും കൂടിയിട്ട് അരിഞ്ഞ് വെച്ച് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സേമിയാണ് ഇത് ഉപ്പാവ് ഉണ്ടാക്കണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഒക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ട് അവസാനം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇത് അവന് കൊണ്ടുപോകാനുള്ള ഉപ്പേരി ഉണ്ടാക്കുകയാണ് കേട്ടോ. ക്യാരറ്റും കിഴങ്ങും കൂടിയിട്ട്. അവനാണെങ്കിൽ ഇഷ്ടമുള്ളൊരു പച്ചക്കറികൾ എന്ന് പറയുമ്പോൾ ഈ ക്യാരറ്റും പിന്നെ കിഴങ്ങ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് അവന് ഇഷ്ടമുള്ളത് കേട്ടോ. അപ്പോൾ അത് കാരണം അത് വെച്ചിട്ട് തന്നെ ഉപ്പേരി ഉണ്ടാക്കി കൊടുക്കാൻ കേട്ടോ, അധികം എരിവൊന്നും ഇടാതെ. അപ്പം അങ്ങനെ എന്താ ഞാൻ കിഴങ്ങും ക്യാരറ്റും കൂടി അരിഞ്ഞത് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പ് മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ, വേറെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഉപ്മാവൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെ ആയിട്ടുണ്ട്. ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ എന്താ നമ്മുടെ ഉപ്പേരി ആയിട്ടുണ്ട്. ഉപ്പേരിയൊക്കെ വറുത്തിടലൊക്കെ കഴിഞ്ഞു. ഉപ്പേരി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കിച്ചണിലുള്ള ചോറാണ് കേട്ടോ ഇത് മാറ്റി വെച്ചിരിക്കുന്നത് ചൂടാറാൻ വേണ്ടിയിട്ട്. ചൂടാറിയിട്ടാണ് പാത്രത്തിലാക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് പ്ലേറ്റിലേക്ക് ആക്കിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ചെറുപയർ നേരത്തെ വേവിച്ചതാണ്, ഉപ്പിട്ടിട്ട് വേവിച്ചതാണ്. അത് ചോറ് കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാൻ. പിന്നെ നമ്മുടെ ഉപ്പേരി അവൻ്റെ കറിപ്പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറുപയർ അങ്ങനെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് ഇത്തിരി വെള്ളമൊക്കെ ഉണ്ട് അതിൻ്റെ അടിയിൽ, അതിങ്ങനെ ഊർന്നിട്ട് വരികയാണ് വെള്ളം. അപ്പോൾ അതിങ്ങനെ ചെറുപയർ എടുത്തിട്ട് ഞാൻ ചോറിൽ മിക്സ് ചെയ്യാണ് കേട്ടോ. മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവൻ കഴിക്കും. അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ കഴിക്കാൻ കാരണം തന്നെ അംഗനവാടി പോയിട്ട് പഠിച്ചതാണ് കേട്ടോ ഇത്. അംഗനവാടിയിലത്തെ ചോറിൽ ഇങ്ങനെ പയർ മിക്സ് ചെയ്തിട്ടുള്ള കഞ്ഞിയല്ലേ കൊടുക്കുക. അപ്പോൾ അത് കാരണം കൊണ്ടാണ് അവനത് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അങ്ങനെ കൊടുത്തയക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. സേമിയ ഉപ്മാവായിട്ടുണ്ട്, കാപ്പിയല്ല ചായയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കിച്ചു ഇതാ ഡ്രസ്സൊക്കെ മാറി പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ബസ് ഇപ്പോൾ വരും. അപ്പോൾ അവൻ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഒക്കെ തരുന്നുണ്ട് കേട്ടോ. വീഡിയോയ്ക്ക് ടാറ്റ ബൈ ബൈ കൊടുക്കടാ പറഞ്ഞപ്പോൾ അവൻ അങ്ങനെ കൈകൊണ്ട് കാണിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ തുമ്പിക്കുട്ടിയോടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവനങ്ങനെ പോയി കേട്ടോ. പിന്നെ സ്കൂളിലേക്ക് പോയി. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് ഞാൻ വേഗം തിരുമ്പി ഇട്ട തുണികളൊക്കെ. അപ്പോൾ തുണികളൊക്കെ കണ്ടില്ല, ഇതിനെ കേട്ടോ ഉണക്കാനൊക്കെ ഇട്ടിടക്കണത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കറി വെക്കാനായിട്ട് നോക്കുകയാണ് കേട്ടോ. അത് മുരിങ്ങയുടെ ഇലയിൽ നിന്ന് കറി വെക്കണം. മുരിങ്ങയും പരിപ്പും കൂടിയിട്ട് കറി വെക്കാമെന്ന് വെച്ചിട്ട് കുറച്ച് മുരിങ്ങയുടെ ഇലയൊക്കെ പൊട്ടിച്ച് നേരാക്കി. മുരിങ്ങ ഊരുന്ന സമയത്ത് ഞാൻ കുക്കറിൽ പരിപ്പ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ കറി വെന്ത ശേഷം കറിയൊക്കെ റെഡി ആയിട്ടോ. പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ട്. വറുത്തിട്ടിലൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഈ കാണുന്നത് വൈകുന്നേരത്തുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. വൈകുന്നേരം പറയുമ്പോൾ ഒരു 3 മണി 3:30 ആ ഒരു ടൈമിലുള്ളത് കേട്ടോ. അപ്പോൾ അവന് വരുമ്പോൾ ഇതിന് കഴിക്കാനായിട്ട് ഉണ്ടാക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കണം. അരിപ്പൊടി വെച്ചിട്ടുള്ള അട. എന്തെങ്കിലും കഴിക്കാനില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കിച്ചുവിൻ്റെ സ്വഭാവമൊക്കെ മാറും. വിശപ്പുകൊണ്ടായിരിക്കും വരുന്നുണ്ടാവുക. ഉച്ചയ്ക്ക് കഴിച്ചിട്ടിരിക്കണല്ലേ, പിന്നെ അവനൊന്നും കഴിക്കണമെന്നില്ലല്ലോ. അപ്പോൾ അത് കാരണം നല്ല വിശപ്പും കൊണ്ടായിട്ട് വരിക. അപ്പോൾ ഞാൻ നാടൻ ഉണ്ടാക്കി വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് തേങ്ങയും പിന്നെ അതുപോലെ തന്നെ ശർക്കരയും കൂടിയിട്ട് മിക്സ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഞാൻ മാവൊക്കെ അങ്ങനെ കുഴച്ച് വെക്കലൊക്കെ കഴിഞ്ഞ് പുറത്ത് പോയിട്ട് ഇലയൊക്കെ പൊട്ടിച്ച്. പിന്നെ നമ്മുടെ വീടിൻ്റെ ബാക്കിൽ തന്നെ ഇലയൊക്കെ ഉള്ള കാര്യം, വാഴയുടെ ഇല ഉള്ള കാരണം തന്നെ വലിയ കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് പൊട്ടിക്കുക തന്നെ വേണ്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഞാൻ മുറിച്ച് വെച്ചിട്ട് എല്ലാത്തിലും ആക്കി, എന്താ പറയുക, മാവാക്കിയിട്ട് പിന്നെ ശർക്കരയും തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറേ ഏലക്കായൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. പക്ഷേ ഏലക്കായ എവിടെ വെച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല, കാണാനില്ല. കുറേ തപ്പിത്തരഞ്ഞ് നോക്കിയിട്ടോ, കാണാൻ തന്നെ ഇല്ല. ഇടയ്ക്ക് നമ്മുടെ ലൈറ്റ് ഒന്ന് പണി തന്നാണ് കേട്ടോ. ഇടയ്ക്ക് നമ്മുടെ ലൈറ്റിൻ്റെ ഒരു മിന്നലും ഒരു എന്താ പറയുക ഒരുമാതിരി സ്വഭാവമാണ്. അപ്പോൾ അതിൻ്റെ ഒരു മിന്നലാട്ടോ നേരത്തെ കണ്ടത്. അപ്പോൾ അങ്ങനെ ഞാൻ ഓരോന്നോരോന്നായിട്ട് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഗ്യാസിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇഡ്ഡലി ചെമ്പിലാണ് നമ്മൾ അട ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഗ്യാസിൽ ഇഡ്ഡലി ചെമ്പിൽ വെള്ളമാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടയൊക്കെ അങ്ങനെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. റെഡി ആയിട്ടില്ല, ആവണേ ഉള്ളൂ. ഇലയുടെ കളറ് മാറിയിട്ടില്ല കേട്ടോ. ഇല നല്ല എന്താ പറയുക ഒരുമാതിരി വേറെ കളറായി കഴിഞ്ഞാലാണ് അത് എടുക്കുക. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ചായയൊക്കെ തിളപ്പിച്ചു കേട്ടോ. ചായയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അവനങ്ങനെ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. വന്നുകൊടുമ്പോൾ തന്നെ അടുക്കളയ്ക്കാണ് ഓടി എന്താ കഴിക്കാനുള്ളതെന്ന് നോക്കിയിട്ട്. അപ്പോൾ അവൻ കുറച്ച് പൊട്ടറ്റോ ബിസ്ക്കറ്റൊക്കെ ഇരുന്ന് കഴിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അടയും കഴിക്കും
കഴിക്കുന്നുണ്ടോ അപ്പം എന്നെ എന്തെന്താ കഴിക്കേണ്ടതെന്നൊരു പിടുത്തമില്ലാതെ ഇരിക്കുന്നു കേട്ടോ. പിന്നെ ഏട്ടൻ നേരത്തെ വർക്ക് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് ചായ കുടിച്ചു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു കൊറിയർ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കിച്ചുവിന് ഞാൻ ഓർഡർ ചെയ്തതാണ്. ഇങ്ങനെ ഒരു എന്താ പറയുക ടീഷർട്ടും ഒരു ട്രൗസറുമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണിത്. കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നിയിട്ടോ. ഇനി വന്നു കഴിഞ്ഞാൽ എന്താവുന്നൊന്നും അറിയണ്ടായിരുന്നില്ല. പക്ഷേ എന്തായാലും അടിപൊളിയായിട്ടുണ്ടാകും. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ തുമ്പിക്കുട്ടിക്കും ഇതുപോലത്തെ ഒരെണ്ണം മേടിക്കണം. അവൾക്ക് ആദ്യം ഒരെണ്ണം വരട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഒരെണ്ണം ഓർഡർ ചെയ്തത്. ഇനി അവൾക്കും കൂടി ഇതുപോലെ തന്നെ മേടിക്കണം എന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അവർ കുറച്ച് നേരം കളിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. സ്കൂളിൽ നിന്ന് ചായ കുടിയൊക്കെ ഉണ്ട്. കുറച്ച് നേരം കളിയും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ പഠിപ്പിക്കാനായിട്ട് ഇരിക്കുന്നത്. പഠിപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ബുക്കാണല്ലോ. അതിൽ ഈ റെയിംസ് അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ടീച്ചറിൽ എഴുതിയിട്ടുണ്ട് റീഡ് എന്നാണെങ്കിൽ റീഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ഒക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. വായിച്ചു കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇങ്ങനത്തെ ബുക്കാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പഠിക്കാനും. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കിച്ചു ഈ ബുക്ക് എടുത്തിട്ട് വന്നിട്ട് ഇത് പഠിപ്പിച്ച് എഴുതി ചോദിക്കും കേട്ടോ അവൻ. എന്നെ ഇതാണ്ട് ഇതൊക്കെ അവൻ കുത്തി വരച്ചാണ് കേട്ടോ എഴുതിയതാണ് ഇത്രയും. പക്ഷേ കുത്തി വരച്ച പോലെ ഉണ്ട്. പക്ഷേ ചെറിയ കുട്ടികളല്ലേ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇതൊക്കെ എൻ്റെ കിച്ചു കളർ കൊടുത്താണ് കേട്ടോ. അവൻ പിന്നെ പുറത്തേക്ക് പോകാൻ നല്ല അടിപൊളിയായിട്ട് തന്നെ കളർ കൊടുക്കും. അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോൾ ഏട്ടതാ പപ്പടം കാച്ചിയാണ് കേട്ടോ ഇരുന്നിട്ട്. ഇനി മുട്ട വറക്കാനുണ്ട്. എന്നിട്ട് ഞങ്ങൾ ഊണ് കഴിച്ചിട്ട് ഇനി കിടന്നുറങ്ങാൻ പോവുകയാണ് കേട്ടോ. നമ്മുടെ ഇന്നത്തെ ഈ ഒരു വിശേഷം പറയുമ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. സമയം 8 മണിയൊക്കെ ആയിട്ട് തന്നെ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ നേരത്തെ ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. നേരത്തെ നീക്കേണ്ടല്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ പുറത്താണെങ്കിൽ നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. തണുപ്പൊക്കെ അല്ലേ. അത് കാരണം കൊണ്ട് അധികം നേരം ഇരിക്കാനൊന്നും വയ്യ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഇനി എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.